മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം.എൻ. കാരശ്ശേരി മാഷിന്റെ അഭിപ്രായം കണ്ടു. നമ്മുടെ നാട്ടിൽ ഈ മുഖം മറക്കുന്ന ഹിജാബ് ഉണ്ടല്ലോ, ആ ഹിജാബ് നിരോധിക്കണം എന്നുള്ളത്. ഹിജാബ് മറ്റേ മുഖം മറക്കാത്ത സ്കാഫ് അത് പ്രശ്നമല്ല, തല മറക്കുന്നത് പ്രശ്നമല്ല. ഇസ്ലാമിക വിരുദ്ധമായ ആളുകൾക്ക് പരസ്പരം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുഖം മറക്കണത് നമ്മുടെ രാജ്യത്ത് നിരോധിക്കണം എന്നുള്ളതാണ് എം.എൻ. കാരശ്ശേരി മാഷ് പറയുന്നത്. എന്തല്ലേ ഞാൻ ചോദിക്കട്ടെ, ഈ എന്താണ് ഇപ്പോൾ എം.എൻ. കാരശ്ശേരി മാഷ് ഇങ്ങനെ പറയാൻ കാരണം? മൂപ്പര് പറയുന്നൊരു ഡയലോഗ്, ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നിർബന്ധമില്ല, മുഖം മറക്കുന്നതില്ല, ആളുകൾക്ക് പരസ്പരം ഐഡന്റിഫൈ ചെയ്യണ്ടേ, ഒരാളെ കാണുമ്പോൾ തിരിച്ചറിയേണ്ടത് ഇന്ന ആളാണെന്നുള്ളത്, ഇതുകൊണ്ടാണെന്നുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ മുഖം മറക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. കാരണം പല സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് മുഖം മറക്കുന്നത് നിരോധിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ പലവിധ സംസ്ഥാനങ്ങളിലും മുസ്ലിം വിഭാഗങ്ങൾ മുഖം മറക്കുന്നവരുണ്ട്, മുഖം മറക്കാത്തവരുണ്ട്. ഈ നമ്മുടെ ഹജ്ജിനൊക്കെ പോയി കഴിഞ്ഞാൽ ഹജ്ജിന് എവിടെയും എന്തില്ല, ഹജ്ജിൻ്റെ ഒരു കർമ്മങ്ങളിലും അവിടെ മുഖം മറക്കുന്നൊരു പരിപാടിയില്ല. നമസ്കാരത്തിൽ ഏതാണോ മറക്കേണ്ടത് അത് തന്നെയാണ് ഹജ്ജിൻ്റെ സമയത്തും മറക്കേണ്ടത്. സ്ത്രീകൾ അങ്ങനെയാണ്. പക്ഷേ ചില മുസ്ലിം ആളുകൾ പല രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അഫ്ഗാനിലൊക്കെ പോലെയുള്ള ആളുകളാണെങ്കിൽ അവർ മുഖം മറക്കുന്നത് കാണാം. അപ്പോൾ ഇത് മൂപ്പരിത് പറയാൻ കാരണം ഇത് പുറത്തുനിന്ന് വന്നൊരു വേഷമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പുട്ടടക്കമുള്ള ഭക്ഷണങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കുടിയേറിയിട്ട് ഇവരെ കൊണ്ടുവന്നതാണ്. മന്തി ആളുകൾ ഗൾഫിൽ പോയപ്പോൾ യമനിൽ നിന്ന് കണ്ടെത്തിയ ആ ഭക്ഷണം നമ്മുടെ നാട്ടിൽ സുലഭമായി. ഇങ്ങനെ നമ്മുടെ ഭക്ഷണമായാലും വസ്ത്രമായാലും നമ്മുടെ കെട്ടിട നിർമ്മാണ രീതികൾ എല്ലാത്തിലും ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു വേഷം അഡോപ്റ്റ് ചെയ്താൽ ഈ പർദ്ദ ധരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു കറുത്ത ചാക്കിലിട്ട് മൂടുന്നത് എന്നൊക്കെയാണ് എം.എൻ. കാരശ്ശേരി പറയുന്നത്. പക്ഷേ ഇത്തരം വേഷം ധരിച്ച ഒരാളുകൾ അവഹേളിക്കുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. ഒരു കൂട്ടർ മുഖം മറക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് എന്തിനാണ്? അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവരുടെ എന്താ പറയുക, വസ്ത്രം ഓരോരുത്തരുടെ വ്യക്തികളുടെ ഇഷ്ടമാണ്. മുഖം മറക്കുന്നവർ ഏറ്റവും പുണ്യമുള്ളവരും മുഖം മറക്കാത്തവർ മോശക്കാരെന്ന അഭിപ്രായത്തിലുള്ള ഞാൻ. അങ്ങനെയാണെങ്കിൽ ഹജ്ജിന് പോകുന്നവരും ഉംറക്ക് പോകുന്നവരൊക്കെ മോശക്കാരാവണം, കാരണം അവർ മുഖം മറക്കാറില്ല. നിങ്ങളുടെ മനസ്സിലേക്കാണ് പടച്ചോ നോക്കുക, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് പടച്ചോ നോക്കുക, അല്ലാതെ നിങ്ങളുടെ വേഷങ്ങളിലേക്കോ നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കോ അല്ല. ഇത് ഖുർആനി പറഞ്ഞൊരു കാര്യമാണ്. ഒരുപാട് സംസ്കാരങ്ങൾ നമ്മുടെ വേഷങ്ങളിലായാലും നമ്മുടെ നടപ്പ് രീതികളിലൊക്കെ ഇങ്ങനത്തെ വേഷം അഡോപ്റ്റ് ചെയ്യലുണ്ട്. അതൊന്നും ഒരു തെറ്റല്ലാതാവുക, ഇത് മാത്രം. പിന്നെ ഈ പർദ്ദയിട്ട സ്ത്രീകളെ വളരെ എന്താ പറയുക, അവരെ കാണുന്ന ഇഷ്ടമുള്ള ചെറുപ്പക്കാരുണ്ട്. അവരെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. പ്രത്യേകിച്ച് മുഖം മറക്കുന്നവരെ കണ്ടാൽ രണ്ട് തരത്തിൽ മുഖം മറക്കുന്നവരുണ്ട്. ഒന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ണെങ്കിലും കാണും. പിന്നെ ഇതൊക്കെ ഈ വേഷത്ത് കൊണ്ട് തന്നെ ജിമ്മിന് പോണവരും സാമൂഹിക രംഗത്തൊക്കെ ഒരു തരത്തിലും പിന്നോക്കം നിൽക്കാതെ എല്ലാത്തിലും ഉഷാറായിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ട്. അവർ കടലിൽ കുളിക്കാൻ റെഡിയാണ്, അവർ ഭയങ്കരമായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആൾക്കാർ ഇങ്ങനെ ചാക്കിനുള്ളിലാക്കിയിട്ട് ഒതുങ്ങിയിരിക്കുന്നവരൊന്നുമല്ല. അവർ ഏതൊക്കെ രംഗത്തിൽ ഇറങ്ങാനുണ്ടോ അതിലൊക്കെ ഇറങ്ങുന്നവരാണ്. അപ്പോൾ ഈ ഒരു വേഷം നിരോധിക്കണം എന്ന രീതിയിൽ എം.എൻ. കാരശ്ശേരി മാഷ് പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ.